ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ നാച്ചുറൽ ആക്ടിങ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ പണിസ്ഥലത്തേക്ക് വരുമ്പോൾ മോനോട് വീണെടുക്കുക. എന്താ പറ്റിയത് സാർ? എന്താണെന്ന് അറിയില്ല. നോക്ക് സാർ, എന്ത് സംഭവം അറിയില്ല. എന്ത് പറ്റി കണ്ടില്ലേ? എന്ത് പറ്റി ഡോക്ടർ? പണിസ്ഥലത്തോട്ട് വരുമ്പോൾ വീണ് കിടക്കുക മോള്, ഇദ്ദേഹത്തിൻ്റെ. ഇത് ഡോക്ടറാണ്. അപ്പോൾ ഈ മാലിന്യം കൂമ്പാരമായി കിടക്കുന്ന സ്ഥലത്താണ് മോള് വീണ് കിടക്കുന്നത്. നമ്മൾ നോക്കാം സംഭവം. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എൻ്റെ കുട്ടിക്ക് ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഇതെന്താ പറ്റി ഡോക്ടർ? ലങ്സ് ഇൻഫെക്റ്റോ ജെപ്രോൾ എന്ന അസുഖമാണ്. അതായത് ലങ്സ് ഇൻഫെക്ഷൻ ബൈ ഇൻഫെക്റ്റഡ് ജെംസ് പാസിംഗ് ത്രൂ എയർ ഫ്രം ഓൾഡ് വേസ്റ്റ്. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ലെൻസിന് എന്തോ അസുഖമാണെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കിയ ഡോക്ടർക്കൊരു ബിഗ് സല്യൂട്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. നോക്കാം നമുക്ക് ബാക്കി എന്താ സംഭവം എന്ന്. ആണോ? ഇതെങ്ങനെ ഉണ്ടാവുന്നു ഡോക്ടർ? അതായത് ദിവസങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഇതിന്റെ രോഗാണുക്കൾ അന്തരീക്ഷത്തിലൂടെ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലെത്തും. അത് ശരി. ഈ തഗ്ഗൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണോ? ആയിരിക്കാം. കൊള്ളാം. ഇതൊക്കെ ഏതാണാവോ? ഷോർട്ട് ഫിലിമാണോ അല്ലെങ്കിൽ ഫിലിമാണോ എന്താണെന്നറിയത്തില്ല. മാത്രമല്ല ഇത് നെർവസ് സിസ്റ്റത്തെ മുഴുവൻ ബാധിക്കുന്നു. ഇനി എന്ത് ചെയ്യും നമ്മൾ? ഈ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടിയെ മാറ്റുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ. അങ്ങനെയാണോ? എന്താ ഡോക്ടർ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റാത്ത? അധികാരികളുടെ അശ്രദ്ധ. ചങ്ങായി, വേസ്റ്റ് മാറ്റാത്തത് എന്താ നോക്കാണ്ട് ആ കുട്ടീനെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. എന്നാലും അതിൻ്റെ ജീവൻ രക്ഷിക്കുക. എന്താ മാറ്റാത്തതെന്ന്. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് നാച്ചുറൽ ആക്ടിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ആക്ടിങ് നമുക്ക് നോക്കാം. ആർക്ക് നമുക്ക് ഫസ്റ്റ് കൊടുക്കാം? 2022 മികച്ച നടനുള്ള അവാർഡ് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുന്നതാണ്. നെക്സ്റ്റ്, നാടിനെ നടുക്കിയ സംഘടന രംഗമാണ് നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. എന്നെ വിട്. ഓ, ആ കുട്ടിയെ പിടിച്ച് വലിച്ചപ്പോൾ ഒരു വടിയെടുത്ത് ആരോ ഒരാൾ എറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടോന്നറിയില്ല. എന്നെ വിട്. ബാക്കി നോക്കാം. ഓളങ്ങോട്ട് മാറിന്നോ? അപ്പോൾ ആക്ടിങ്ങിന് മാത്രമല്ല, നമ്മളിന്ന് ഓട്ടത്തിനുള്ള അവാർഡും കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവർക്കൊക്കെ? വളരെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓട്ടോ ഒക്കെ കണ്ടില്ലേ? വളരെ നമ്മൾ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒറിജിനാലിറ്റി. ഗൈസ് അയാൾ ഒരുപാട് ശക്തി ഉപയോഗിച്ച് അയാളെ അടിക്കുകയാണ്. മട്ടലിന് വേദന ആവുമോ എന്തോ അറിയത്തില്ല. നമുക്ക് നോക്കാം. അത്രയും ആഞ്ഞ് വീശിയിട്ട് മട്ടൽ അവിടെ എത്തിയപ്പം സൊലോ. നായിന്റെ മോനെ, ഫോൺ ഞാനിങ്ങോട്ട് എടുക്കുക. മേലാല് നീ തെണ്ടിത്തര ആരെങ്കിലും എടുത്ത് കാണിച്ചോന്ന് ഞാൻ അറിഞ്ഞ അന്ന് നിന്റെ അവസാന. വാടാ. അവിടെ ഇരിക്കുന്ന പശു വരെ നോക്കിയിരിക്കുന്നുണ്ട്. അത്രയും വളരെ സെറ്റപ്പോട് കൂടിയിട്ടാണ് അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ. വളരെ മികച്ച ഒരു വീഡിയോ ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. നമുക്കെന്തായാലും അടുത്തത് കാണാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാണ് ഗൈസ് ട്രൂ ലവ് എന്ന് പറയുന്ന സംഭവം കേട്ടില്ല നിങ്ങൾ കാണാൻ പോകുന്ന സംഭവമാണ് ട്രൂ ലവ്. എന്താ പറയാനുള്ളേ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും. പിന്നെ നിന്റെ സമ്മതം.
അതെനിക്കറിയാം. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അതാരാണെന്ന് ശിവൻ ചേട്ടന് നന്നായി അറിയാം. ഞാനും പപ്പുവേട്ടനും ഒന്നിച്ച് കളിച്ചു വളർന്നതാണ്. ഞാനൊരാളെ വിവാഹം കഴിക്കുമെങ്കിൽ അത് പപ്പുവേട്ടനാണ്. നിന്റെ മോഹം നടക്കില്ല. ഇയാളൊന്നും ഇതുവരെ കെട്ടിയില്ലേ? നോക്കട്ടെ. എന്നെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ അതെനിക്കൊന്ന് കാണണം. പ്രണയം പിടിച്ചു വാങ്ങുന്നു. എന്നെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ. ഇതാണോ കാമുകൻ? നീ അവളെ കെട്ടും അല്ലേടാ? അതേടാ ഞാൻ. വാവ്, നിരാശ കാമുകനാണ് കേട്ടോ. പാവം പ്രണയിച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവളെ കെട്ടും. അവൾ എന്റെ പെണ്ണാണ്. നീ അവളെ കെട്ടും. തള്ളുന്നോടാ. സിക്സ് അല്ല, 4 ആണോ? 4 അല്ലേ? കഴിഞ്ഞോ? ഇതാണ് ഗൈസ് ട്രൂ ലവ് എന്ന് പറയുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് കാണേണ്ടതാണ്. ഇനി നമുക്ക് അടുത്തത് കാണാം. നമുക്ക് അവനെ പോയി വിളിക്ക് ചേച്ചി. എന്താ പ്രശ്നം? അതിന് താനാരാ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആരാന്നാ? നീ ആരണ്ടാ? താൻ പോയി ആദ്യം വിപിനെ വിളിക്ക്. അവനറിയാം ഞാൻ ആരാന്ന്. നിന്നോടല്ലേ പറഞ്ഞു വിപിനെ വിടില്ലാന്ന്. താൻ പോയി വിപിനെ വിളിക്ക്. ചേച്ചി ഇവിടെ ചെവിയൊക്കെ പൊത്തി പിടിക്കുന്നുണ്ട്. അത്രയും സൗണ്ടിലാണോ? ഞാൻ വീട്ടിൽ കയറി ഇറക്കി വലിയ സീൻ ഔട്ടാ. ചേച്ചിക്ക് നല്ലപോലെ ചിരി വരുന്നുണ്ട് കേട്ടോ. എന്റെ വീട്ടിൽ വന്നിട്ട് തെമ്മാടത്തിന് കാണിക്കേ. കേറി അടിക്കടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്തോട്ട് ഇട്ടിട്ടാണല്ലോ അടിക്കുന്നത്. കേറി അടിക്കല അങ്ങനെ അല്ലല്ലോ. എന്താ ഒരു സൗണ്ട് കേട്ടത്? ഓ, വയറിന് കുത്തിയോ കത്തി എടുത്തിട്ട്? അത് കണ്ടില്ലല്ലോ. ചിരി വന്നിട്ടാണ് ഗൈസ്, വേറൊന്നുമല്ല. എന്തായാലും കൊള്ളാം. നമുക്ക് അത് അത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തത് കാണാം. റിസൾട്ട് വന്നോ? വന്നു. ഒരു വഴിപാടുണ്ടായിരുന്നു, അതുകൊണ്ടാ ഇപ്പൊ വന്നത്. നമ്മുടെ കാര്യം പെട്ടെന്ന് നടക്കണമെന്ന് ദേവനോട് റിക്വസ്റ്റ് ചെയ്യാനായിരിക്കും. അതൊന്നല്ല. പിന്നെന്താ? രാഹുലേട്ടൻ തന്നെ പറയും. +2 പാസ്സായതിന് അല്ല. പിന്നെ സിറ്റിയിൽ കോളേജിൽ ചേരുന്നതിന് അല്ലേ അല്ല, എനിക്ക് +2 ഫുൾ A+ കിട്ടിയതിന്. അതുകൊണ്ട്. റിയലി? കൺഗ്രാറ്റ്സ്. അപ്പൊ എന്റെ ഒക്കെ സമ്മാനം തരണല്ലോ. വേണം, തന്നോളൂ. ഈ രാഹുലേട്ടന് തീരെ മാനേഴ്സ് ഇല്ല. ആരെങ്കിലും കണ്ടെങ്കില് ഒന്നുമില്ല. എന്റെ പെണ്ണല്ലേ, എന്റെ മാത്രം. എന്തായാലും എന്തൊരു മധുരം. മധുരം ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്ലാവാണെന്ന്. പ്ലാവിന്റെ വേക്ക് പോയിട്ട് ചക്ക അറച്ചു കൊടുത്തോ? സമ്മാനമായിട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാനേഴ്സ് ഇല്ലാത്ത ചേട്ടനാണ്. കണ്ടെങ്കില് ഒന്നുമില്ല. എന്റെ പെണ്ണല്ലേ. വളരെ വളരെ മികച്ച ഒരു ട്രൂ ലബ്ബാണ് നിങ്ങൾ കണ്ടത് അടുത്തതായിട്ട്. അപ്പോൾ 2 ട്രൂ ലബ് നിങ്ങൾ കണ്ടു. എന്തായാലും ഫുൾ A+ കിട്ടിയത് ഈ ചേട്ടൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞത്. ഷോർട്ട് ഫിലിമാണോ ഇത്? ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു. എന്തോ ആട്ടെ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാണാം. ഇത് ടിക്ടോക്ക് റീലാണോ? മറ്റേ മാലിക്കിന്റെ സൗണ്ട് വെച്ചിട്ട് റീല് ചെയ്തതാണോ? ഈ പള്ളിയുടെ പേരും പറഞ്ഞു ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കാം. പൊട്ടാസ് ഇടുന്ന തോക്കിന് ഇത്രയും സൗണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കട്ടെ ബാക്കി. അതാരുടെ മുമ്പ് കൂടെ പോയത്? എന്തൊക്കെയായാലും ആ ഷൂട്ടിങ് കറക്റ്റ് ആട്ടോ. എന്നാലും എനിക്ക്
പൊട്ടാസ് ഇടുന്ന തോക്കിന് ഇത്രയും സൗണ്ട് ഉണ്ടാകുമോ എന്നാണ് അറിയാത്തത്. ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലായിരിക്കും ഇപ്പോൾ. നോക്കട്ടെ, നമുക്ക് എന്തായാലും അടുത്ത് കാണാം. ചുണ്ണാമ്പൊന്ന് തന്നെ ബ്രോ. ചുണ്ണാമ്പോ എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് മൊടയാണോ? തനിക്ക് വേണേ എടുത്തോടെ. നീ എന്താ ആളെ പേടിപ്പിക്കുക? ഒന്ന് പാടാ ചള്ളി ചെക്കാം. അതൊക്കെ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിട്ടാ. ചള്ളി ചെക്കാന്ന് കേട്ടാ. വീട്ടിലുള്ളവര് പറയുന്നു. ചേട്ടാ എന്തിന്റെ പ്രശ്നം? സീനാക്കല്ലേട്ടാ. മാറിക്കോ. വേണ്ട വേണ്ട. ഒന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലുവിടലാട്ടാ. എന്റെ കച്ചവടം പോടാ എന്റെ കച്ചവടം കളയില്ലാട്ടാ. സീനാക്കണ്ടാട്ടാ. കച്ചവടോ? എവിടെ കച്ചവടം? ഓ, ഇത് കച്ചവടമാണോ? ആ, കച്ചവടമായിരിക്കാം. എന്നാലും അങ്ങനെ വരാൻ വൈകില്ലല്ലോ. വണ്ടി സ്റ്റാർട്ടായി. വിട്ടോ നീ പോടാ. അതെ പോടാ പോ. ഇവരൊക്കെ സിനിമയിലെത്തിയോ എന്തോ? എത്തേണ്ടതാണ്. വളരെ നാച്ചുറൽ ആക്ടിങ് ആയതുകൊണ്ട് സിനിമയിൽ എത്തേണ്ടതാണ്. നാടിനെ നടുക്കിയ സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും ഇതിൽ ആർക്കാണ് ഗൈസ് മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുക? നമുക്ക് 2022 മികച്ച നടനുള്ള അവാർഡ് ഞാനിപ്പോൾ കാണിച്ചു തന്ന വീഡിയോയിൽ ഇതിൽ ഓരോ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഫിലിമോ അങ്ങനെ എന്തോ എന്നാണ്, അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആർക്കാണ് മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ എന്തായാലും പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.